സ്വാഗതം. അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതെ, ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISL-നോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ISL-നെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും വന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ്സിയോട് അനുബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം ISL-ൽ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനുവരി 1 ആരംഭിക്കുന്ന വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ പല ടീമുകളും വമ്പൻ താരങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി. ഇപ്പോൾ ഇതാ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ 2 വമ്പൻ സൈനിങ് നടത്താൻ ഒരുങ്ങുകയാണ് കൊൽക്കത്ത ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ. പുതിയ പരിശീലകൻ ഓസ്കാർ ബുസോണിന്റെ കീഴിൽ വിജയികളിലേക്ക് തിരിച്ചെത്തിയ ഈസ്റ്റ് ബംഗാളിൽ ബുസോൺ ചില വമ്പൻ സൈനികകൾ നടത്താൻ ഒരുങ്ങുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും 2 താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സെന്റർ ബാക്ക് താരത്തെ കൂടാതെ തന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ താരത്തെയുമാണ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് എന്തായാലും ഈസ്റ്റ് ബംഗാൾ എഫ്സിയിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇപ്പോഴും മോശം പ്രകടനം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 10 കളിയിൽ നിന്ന് വെറും 11 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ 10ാം സ്ഥാനത്താണുള്ളത്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ ആകാംക്ഷയോടെ നോക്കുന്നത് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണ്. പുതിയ താരങ്ങളെ കൊണ്ടുവരാനുള്ള നല്ല അവസരമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചില കളിക്കാർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് എത്തുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ക്ലബ്ബ് CEO ആയുള്ള അഭിഷേക് ചാറ്റർജി. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിലവിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് മുറിച്ചു കടക്കാൻ വേണ്ടി എന്തായാലും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൂപ്പർ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എത്ര താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുമെന്നും ഏത് പൊസിഷനിലേക്കാണ് താരങ്ങൾ എത്തുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ വരുന്ന ജനുവരിയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വരും മത്സരങ്ങളിൽ ടീമിന് വിജയം അനിവാര്യം തന്നെയാണ്. അടുത്തൊരു ബംഗളൂരു എഫ്സിക്കെതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അല്ലെങ്കിൽ പ്ലേ ഓഫ് യോഗ്യത പോലും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ലഭിക്കുകയില്ല. എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു ഫോം ആയിട്ടുള്ള അഥവാ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറെ ടീമിലേക്ക് എത്തിക്കാൻ നല്ല സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറെയും നമുക്കറിയാം. സൂപ്പർ താരമായിട്ടുള്ള ജീക്സൺ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ എഫ്സിയിലേക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് റീപ്ലേസ് ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ പോലും ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ അദ്ദേഹത്തിന്റെ അഭാവം നമുക്ക് എല്ലാ മത്സരങ്ങളിലും കാണാൻ സാധിച്ചിട്ടുമുണ്ട്. ഒരു അറ്റാക്ക് പോലും മധ്യനിരയിൽ നിന്നും വരുന്നത് നമുക്ക് ഈ ഒരു സീസണിൽ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു ഗോൾ കീപ്പറെയും കൂടാതെ തന്നെ ഒരു മിഡ്ഫീൽഡറെയും ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമിക്കുക. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മറ്റൊരു തിരിച്ചടി കൂടിയുണ്ട്. ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ കരാർ അവസാനിക്കുന്ന എല്ലാ താരങ്ങളെയും മറ്റേതെങ്കിലും ടീമിന് ഇപ്പോൾ തന്നെ കോൺട്രാക്ട് ഒപ്പിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ അവസാനം കോൺട്രാക്ട് അവസാനിക്കുന്ന താരങ്ങൾക്കെല്ലാം തന്നെ പുതിയൊരു കോൺട്രാക്ട് അഥവാ അവരുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം തന്നെയാണ്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക.